ബാക്ക് ടു ആർഗനാക്സ്. ഇറ്റ്സ് മീ സെറിൻ വടക്കൻ. എടാ ഇന്ന് സാറ് വന്നിട്ടുള്ളത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അല്ലെങ്കിൽ രണ്ടാകൃതി സമവാക്യം എന്ന് പറയുന്ന ചാപ്റ്ററിൽ എങ്ങനെയാണ് നമ്മൾ റൂട്ട് കണ്ടുപിടിക്കുക എന്നുള്ളതാ. അതും വളരെ കുറഞ്ഞ സമയം കൊണ്ട് പെട്ടെന്ന് എങ്ങനെ റൂട്ട് കണ്ടുപിടിക്കുക എന്നുള്ളതാ. അതിന് വേണ്ടിയിട്ട് സാറ് കൊണ്ടുവന്നിട്ടുള്ള ഒരു ടെക്നിക്കാണ് വടക്കൻസ് ലോ. എന്തിലോ? വടക്കൻസ് ലോ. എന്താണ് ഈ വടക്കൻസ് ലോ എന്ന് പറയുന്നത്? വാട്ട് ഡു യു മീൻ ബൈ വടക്കൻസ് ലോ? അപ്പം പല കുട്ടികൾക്കും സംശയം ഉണ്ടാവും, ഈ വടക്കൻ ലോ സാറ് തന്നെ കണ്ടുപിടിച്ചാണോ എന്ന്. അങ്ങനൊന്നും സംശയിക്കുന്നു വേണ്ട. പണ്ട് ഗലീലിയോ കണ്ടുപിടിച്ച സാധനമാണ് ന്യൂട്ടൺ പിന്നെ എടുത്ത് ചാമ്പിയിട്ട് എന്താക്കിയത്? ന്യൂട്ടന്റെ ലോ ആക്കിയത്. ഇത് നിങ്ങൾ പുറത്ത് വരണ്ട കേട്ടോ, നിങ്ങൾ ടോപ്പ് സീക്രട്ട് ആണ്. ഏതായാലും കമ്മിങ് ബാക്ക്, എന്താണ് വടക്കൻസ് ലോ, എങ്ങനെയാണ് വടക്കൻസ് ലോ സോൾവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എടാ വടക്കൻസ് ലോയില് വളരെ ഈസി ആയിട്ടുള്ള 4 സ്റ്റെപ്പാണുള്ളത്. ഒന്നാമത്തെ സ്റ്റെപ്പ് ലാസ്റ്റ് വട്ടം. സെക്കൻഡ് സ്റ്റെപ്പ് എന്താ അറിയോ? 1 to 10. തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണെന്നറിയോ? ലാസ്റ്റ് 2 കട്ട്. അവസാനത്തെ സ്റ്റെപ്പ്, നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് 1 to 10. പരിപാടി കഴിഞ്ഞ് ഈ 4 സ്റ്റെപ്പ് നിങ്ങൾ ചെയ്താ നിങ്ങൾ 2 നമ്പറിലേക്ക് എത്തും. ഈ രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒന്നായിരിക്കും എന്തെന്ന് പറയുന്നത് നമ്മളുടെ റൂട്ട് എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെ ചെയ്യാന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് നോക്കാം. ഇവിടെ നോക്കിയേ. ഫസ്റ്റ് ബേസിക്കലി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, ഒരു 10ാം ക്ലാസ്സിലെ കുട്ടി എന്നുള്ള നിലക്ക് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യത്തിൽ പെട്ടതാണ് 1ന്റെ സ്ക്വയർ എത്രയാടാ? 1ന്റെ സ്ക്വയർ 1 square is equal to 1. 2 square is equal to 4. 3 square that is equal to 9. 4 square is equal to 16. 5 square ആരാ 5 square? 25. 6 square 36. 7 square 49. 8 square 64. 9 square 81. 10 square 100. ഇത് നമ്മൾ പഠിച്ചിരിക്കേണ്ട കാര്യമാണ്, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഇത് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റെപ്പിലേക്ക് നോക്കുക. ഞാൻ സാർ ഒരു ക്വസ്റ്റ്യൻ തരാം. ഇവിടെ 3 ക്വസ്റ്റ്യൻ ഉണ്ട്. നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. എടാ നോക്കടാ, നമ്മൾ ഈ ക്വസ്റ്റ്യനിലേക്ക് വരുന്ന സമയത്ത് 7386ന്റെ റൂട്ടാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ് എന്താണ്? ലാസ്റ്റ് വട്ടം എന്നാ പറഞ്ഞത്. സംഭവം ലാസ്റ്റ് വട്ടം എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ലാസ്റ്റത്തെ നമ്പർ ഏതാ നോക്കുക. ലാസ്റ്റത്തെ നമ്പർ ഏതാ? 6. ആരാണ്? 6 ആണ്. ആ 6 ഉണ്ടല്ലോ മക്കളെ, നമ്മൾ 1 മുതൽ 10 വരെയുള്ള, അതാണ് 1 to 10 എന്ന് പറയുന്ന സെക്കൻഡ് സ്റ്റെപ്പ്. 1 മുതൽ 10 വരെയുള്ള സാഹചര്യത്തിൽ ഏതിൻ്റെയൊക്കെ സ്ക്വയറിന്റെ അവസാനമാണ് ഈ പറയുന്ന 6 വരുന്നത് നോക്കുക. എവിടൊക്കെയാണ് വരുന്നത്? 4ന്റെ സ്ക്വയറിനും വരുന്നുണ്ട്, അതുപോലെ തന്നെ 6ന്റെ സ്ക്വയറിനും വരുന്നുണ്ട്. 4ന്റെ സ്ക്വയറും വരുന്നുണ്ട്, 6ന്റെ സ്ക്വയറും വരുന്നുണ്ട്. അതിനർത്ഥം എന്താണെന്ന് അറിയാം മക്കളെ? നമ്മുടെ റൂട്ട് എടുക്കുന്ന സമയത്ത്, ഈ പറയുന്ന റൂട്ട് എടുക്കുന്ന സമയത്ത് നമ്മുടെ ആൻസറിന്റെ അവസാനം ഒന്നെങ്കിൽ 4 ആയിരിക്കും, അല്ലെങ്കിൽ 6 ആയിരിക്കും. അപ്പം നമ്മൾ ആദ്യത്തെ ഈ 2 സ്റ്റെപ്പ് ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലാസ്റ്റ് വട്ടവും 1 to 10 എന്ന് പറയുന്ന ഈ സ്റ്റെപ്പ് ഉപയോഗിച്ച് നമ്മൾ കണ്ടുപിടിക്കുന്നത് അവസാനത്തെ നമ്പർ ഏതാണെന്നാണ്. നമ്മുടെ റൂട്ട് എടുക്കുന്ന സമയത്ത് നമ്മൾ ഈ പറയുന്ന നമ്പറിന്റെ അവസാനം, നമ്മളിപ്പോൾ ഒരു 44 ആവാം, അല്ലെങ്കിൽ 46 ആവാം, ഇതിലെ അവസാനത്തെ നമ്പർ 4ഉം 6ഉം ആണ്. ഈ രീതിയിലാണ് നമ്മളിത് കണ്ടുപിടിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ ഫസ്റ്റത്തെ നമ്പർ, ഫസ്റ്റിൽ ഇതിന് മുമ്പിൽ ഒരു നമ്പർ കൂടി ഉണ്ടാവും. ആ നമ്പർ ഏതാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നോക്കിയേ, ലാസ്റ്റ് 2 കട്ട്. എന്ത് 2 കട്ട്? ലാസ്റ്റ് 2 കട്ട്. ലാസ്റ്റ് 2 കട്ട് എന്ന് പറയുമ്പോൾ അവസാനത്തെ 2 നമ്പർ എന്താക്കണം? കട്ട് ചെയ്യണം. കണ്ടു, കട്ട് ചെയ്തു. ബാക്കി എന്താണുള്ളത്? 73 എന്ന് പറയുന്ന നമ്പർ. ശ്രദ്ധിക്കണേ, 73 എന്നാണ് നമ്പർ. ഈ 73 എവിടെ നിന്ന് കിട്ടടാ? 1 to 10, 1 മുതൽ 10 വരെ എവിടെയാണ് 73 വരിക? 1ന്റെ സ്ക്വയർ 1 ആണ്, 2ന്റെ സ്ക്വയർ 4 ആണ്. അങ്ങനെ പറഞ്ഞു പോയിട്ട് 73 വരുന്നത് 49 കഴിഞ്ഞാൽ 73 വരുമോ? ഇല്ല. 64 കഴിഞ്ഞാൽ 73 വരുമോ? 73 വരും. 81 എത്തുന്നതിന് മുമ്പ് 73 വരും. അങ്ങനെയാണെങ്കിൽ നമ്മൾ എടുക്കുന്ന ആൻസർ എന്തായിരിക്കും? നമ്മൾ എടുക്കുന്ന നമ്പർ ഏതായിരിക്കണം എന്നറിയോ? അതിന്റെ തൊട്ട് മുമ്പുള്ളത്, ഏതിനു ശേഷമാണോ 73 വരുന്നത് അതിന് തൊട്ട് മുമ്പുള്ള നമ്പർ ആരാണടാ? 8 സ്ക്വയർ ആണ്. അതുകൊണ്ട് 8 ആണ് നമ്മുടെ ഈ പറയുന്ന സാധനത്തിന്റെ മുമ്പിൽ വരിക. സോ ആൻസർ എന്താണ്? ഒന്നെങ്കിൽ 84 അല്ലെങ്കിൽ 86. അത് നിങ്ങൾ ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ പോരെ. വളരെ ഈസി അല്ലേ? 100 വരെയുള്ള നമ്പർ ഏത് വേണമെങ്കിലും, നിങ്ങൾക്ക് ഏതിന്റെ റൂട്ട് വേണമെങ്കിലും ഈ പറഞ്ഞതുപോലെ വളരെ ഈസി ആയിട്ട് 2 നമ്പറിലേക്ക് എത്താൻ പറ്റും. ഒന്ന് പെട്ടെന്ന് നോക്കിയതാ. പെട്ടെന്ന് അടുത്ത ക്വസ്റ്റ്യൻ ഒന്നുകൂടി സ്പീഡിൽ നമ്മൾ ചെയ്യും കേട്ടോ. കാരണം അവസാനത്തെ നമ്പർ 9 ആണ്. അവസാനത്തെ നമ്പർ 9 എന്ന് പറയുമ്പോൾ ഇവിടെ എവിടേക്കാണ് 9 വരുന്നത് നോക്കിയേ. 3ന്റെ സ്ക്വയറും 9 ആണ്. അതുപോലെ തന്നെ 7ന്റെ സ്ക്വയറും 9 ആണ്. 3ന്റെ സ്ക്വയറും ഉണ്ട്, 7ന്റെ സ്ക്വയറും ഉണ്ട്. അതായത് അവസാനത്തെ നമ്പർ ഒന്നെങ്കിൽ 3 ആണ്, അല്ലെങ്കിൽ ഏതാണ്? 7 ആണ്. നെക്സ്റ്റ് അവസാനത്തെ 2 നമ്പർ കട്ട് ചെയ്യണം. ബാക്കി എന്താ വരുന്നത്? ബാക്കി 18 ആണ്. 18 എവിടെ കിട്ടടാ? 18 16 കഴിഞ്ഞാൽ 180 വരൂലേ 25 എത്തുന്നതിന് മുന്നേ. അപ്പൊ അതിന്റെ നേരെ മുകളിൽ നമ്പർ ഏരാ?
4ന്റെ സ്ക്വയർ ആയിരുന്നു. അപ്പൊ ഇതിന്റെ മുമ്പിൽ വരുന്ന നമ്പർ ആരാ? 4 ആണ്. സോ 43 47 ആണ് എന്ത് എന്ന് പറയുന്നത്? ഈ പറഞ്ഞതിന്റെ റൂട്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരുന്നു. 3844. ഇതെങ്ങനെ ചെയ്യാം? പെട്ടെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെ പെട്ടെന്ന് നോക്കിയേ. ലാസ്റ്റ് നമ്പർ ആരാ? ലാസ്റ്റ് നമ്പർ 4. 4 എവിടെയൊക്കെയാണ് വരിക? 4 ഇതാ 2ന്റെ സ്ക്വയറും 4 ആണ്, 8ന്റെ സ്ക്വയറും 4 ആണ്. അപ്പൊ നമുക്ക് ലാസ്റ്റ് നമ്പർ എന്തായിരിക്കും? ഒന്നെങ്കിൽ 2 അല്ലെങ്കിൽ 8. ഒന്നെങ്കിൽ 2 അല്ലെങ്കിൽ 8. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് നമ്പർ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? അവസാനത്തെ 2 നമ്പർ കട്ട് ചെയ്യുന്നു. ഞാനിതാ 44നെ കട്ട് ചെയ്യുന്നു, ഇല്ലാതെയാക്കുന്നു. ഓക്കെ, അപ്പൊ ബാക്കി ഉള്ളത് നമ്മൾക്ക് 38 ആ വരുന്നത്. 38 എന്ന് പറയുന്നത് എവിടെയാണ് വരിക? നോക്കിയേ. 38 16 ശേഷം വരുമോ? ഇല്ല. 25 ശേഷം വരുമോ? ഇല്ല. 36 ശേഷം വരുമോ? വരും. 49 കയ്യോ? ഇല്ല. അപ്പൊ ഇവിടെയാണ് നമ്പർ വരുന്നത്. ഇതിന് നേരെ മുകളിലുള്ള നമ്പർ ആരാ? 6ന്റെ സ്ക്വയർ ആണ്. ആ 6നെ എടുത്ത് നമ്മൾ ഇങ്ങോട്ട് ഇരുന്നു. സോ ദ ആൻസർ ഈസ് 1. ഒന്നെങ്കിൽ 62 അല്ലെങ്കിൽ 68. സെറ്റ് അല്ലടാ? ഇതുപോലെ 2 ക്വസ്റ്റ്യൻ 3 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വിട്ടിരുന്നു. വേണ്ട, 3 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വിട്ടിരുന്നില്ല. ഒരു ക്വസ്റ്റ്യൻ കൂടി സാർ ചെയ്ത് തീർത്താം. ബാക്കി 2 നിങ്ങൾ ചെയ്തിട്ട് നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കണം എന്താണ് കറക്റ്റ് ആൻസർ എന്ന്. ഇതാ ഇപ്പൊ 841 എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഫസ്റ്റ് നമ്മൾ ചെയ്തു അവസാനത്തെ നമ്പർ 1 ആണ്. അവസാനത്തെ നമ്പർ 1 ആർക്കൊക്കെയാണ് വരുന്നത്? 1 മുതൽ 10 വരെയുള്ള സ്ക്വയറിൽ നിന്നും ആർക്കൊക്കെ വരുന്നത്? 81. 9ന്റെ സ്ക്വയറും 1ന്റെ സ്ക്വയറും. 9ന്റെ സ്ക്വയറും 1ന്റെ സ്ക്വയറും. ആരാടാ 9ന്റെ സ്ക്വയറും 1ന്റെ സ്ക്വയറും എന്ന് പറഞ്ഞാൽ 9 1 1 9. കിട്ടിയില്ലേ? അടുത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? അവസാനത്തെ 2 നമ്പർ കട്ട് ചെയ്യുന്നു. അവസാനത്തെ 2 നമ്പർ കട്ട് ചെയ്യണം എന്നാ പറഞ്ഞത്. അവസാനത്തെ 1 കട്ട് ചെയ്യണം എന്നല്ല പറഞ്ഞത്. മുന്നിൽ 2 ബാക്കി ഉണ്ടാവണം എന്നല്ല പറഞ്ഞത്. അവസാനത്തെ 2 കട്ട് ചെയ്യുന്നു. ബാക്കി എന്താ നമുക്കുള്ളത്? 8 ആണ്. 8 ആരുടെ സ്ക്വയറിന് ശേഷമാണ്? നോക്കിയേ. 8 എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെയല്ലേ വരിക? 4ന്റെയും 9ന്റെയും ഇടയിലല്ലേ വരിക? ഈ 8 എന്ന് പറയുന്ന നമ്പർ ഇവിടെ വന്നാൽ അതിന്റെ മുകളിലുള്ളത് 2 സ്ക്വയർ അല്ലേ? 2 സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇതിന്റെ മുമ്പിൽ വരേണ്ട നമ്പർ ആരാടാ? 2 ആണ്. സോ ദ ആൻസർ ഈസ് ഒന്നെങ്കിൽ 21 അല്ലെങ്കിൽ 29. വളരെ ഈസി ആയിട്ട് 2 നമ്പറിലേക്ക് എത്താനുള്ള ട്രിക്കാണിത്. ഈ 2 നമ്പറുകൾ ഈ പറയുന്ന 1689ന്റെയും 2704ന്റെയും റൂട്ട് എത്രയാന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിച്ച് കമന്റ് ബോക്സിൽ ഇടണം. സോ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ട്രിക്കുമായിട്ടാണ് സാർ വന്നിട്ടുള്ളത്. എന്തായിരുന്നു ട്രിക്ക്? റൂട്ട് എങ്ങനെ കണ്ടുപിടിക്കാം. വളരെ ഈസി ആയിട്ട്. ഇതെല്ലാവരും പഠിക്കണം നിർബന്ധമൊന്നും ഞാൻ പറയുന്നില്ല. എന്നാലും കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് ഒക്കെ സ്പീഡാക്കി ചെയ്യണം എന്നുള്ള ആളുകൾ ഈ കാര്യം കൃത്യമായിട്ട് പഠിച്ചിരിക്കുക. That's all for today. It's me, Selling Vadakan, signing off from RKNX. Bye-bye. See you later.